ഗുരുവിൻ ഗുരുവാണ് അയ്യപ്പൻ, ലോകഗുരുവാണ് മഹാദേവൻ. കാഞ്ചനമാലയ്ക്ക് 3 സ്ഥാനങ്ങളോടുകൂടിയ 3 വയസ്സുള്ള കുട്ടിയായിട്ട് തടാതക ജന്മം കൊണ്ടു. തൻ്റെ ഭർത്താവാകാൻ പോകുന്ന ആളിനെ കാണുമ്പോൾ വൈകൃതമായ 3ാമത്തെ സ്ഥലം അപ്രത്യക്ഷമാകും. ഭഗവാനെ കാണുമ്പോൾ, മഹാദേവനെ കാണുമ്പോൾ വൈകൃതമായ 3ാമത്തെ സ്ഥാനം മാളികയുടെ മച്ചിന് മുകളിൽ വെച്ച് ആരാധിച്ചിരുന്ന ഭഗവതി മാളികപ്പുറത്തമ്മ. ആ ഭഗവതിയെ തൻ്റെ അമ്മയായ മാളികപ്പുറത്തമ്മയാണ് അവിടെ മാളികപ്പുറത്തമ്മയായിട്ട് ആരാധിച്ചിരുന്നത്. ഈ സിനിമയ്ക്ക് ശേഷമാണ് ഇതെല്ലാം മാറി കാമുകിയായത്. ഭാര്യയല്ല എന്നുള്ള നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നമ്മൾ ഭഗവതിയുടെ അടുത്ത് കൊണ്ടുപോകുന്നത്. അവിടെ തന്നെ നമുക്ക് അമ്മയായി. അത് അമ്മയാണ്. അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മുടെ കുഞ്ഞിനെ നമുക്ക് അവിടെ കൊണ്ടുപോകാൻ കഴിയുന്നത്. തല കുമ്പിടുന്നത് അമ്മയോട് വണങ്ങി അനുവാദം വാങ്ങിച്ചു പോകുന്നതായിട്ടാണത്. നമ്മൾ കേട്ടുമറന്ന ശബരിമലയുടെ കഥകളിൽ, കേട്ട കഥകൾ അല്ലെങ്കിൽ ഇപ്പോഴും വിശ്വസിക്കുന്ന കഥകളിൽ മാളികപ്പുറത്തമ്മയ്ക്ക് കാമുകിയുടെ സ്ഥാനമാണ്. അതിൽ എന്താണ് മാളികപ്പുറത്തമ്മയുടെ കാമുകിയാണോ? അല്ലാതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെ? ഞാൻ കേട്ട കഥകൾ, അങ്ങ് പറഞ്ഞ പേരിൽ രതീഷ് അയ്യപ്പക്കുറുപ്പ് തന്നെ എൻ്റെ ഇൻ്റർവ്യൂവിൽ കഥ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും സ്വാമി അയ്യപ്പൻ സിനിമ ഞാൻ മുമ്പ് നമ്മൾ സംസാരിച്ചാൽ പറഞ്ഞായിരുന്നു, ഒരാളുടെ ഭാവനയാണ് ശബരിമലയുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സമ്പ്രദായങ്ങളെയും എല്ലാം മാറ്റിമറിച്ചത് ഒരു തിരക്കഥാകൃത്തിൻ്റെ ഭാവനയാണ്. എങ്ങനെയാണോ പൊയ്ക്കൊണ്ടിരുന്നത് അതിനെ മൊത്തം മാറ്റി മറിച്ചത് ഒരു തിരക്കഥ. അതാണ് ആ സിനിമ, സ്വാമി അയ്യപ്പൻ സിനിമ. ശരിക്കും മാളികപ്പുറത്തമ്മ എന്ന് പറഞ്ഞാൽ അത് നമ്മളൊരു അല്പം പിന്നാക്കം പോയാൽ, നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഒരു കഥ പോലെ തന്നെ പറഞ്ഞാൽ, പാണ്ഡ്യരാജാക്കന്മാരുടെ പരദേവതയായ മധുര മീനാക്ഷി ദേവിയാണ്. അതായത് തടാതക, അത് കാഞ്ചനമാല. കാഞ്ചനമാല എന്ന് പറഞ്ഞാൽ വിദ്യാവതിയുടെ, പാർവതി ഭക്തയായ വിദ്യാവതിയുടെ പുനർജന്മമാണ് കാഞ്ചനമാല. വിദ്യാവതി പാർവതി ദേവിയെ ചെറുപ്പം തൊട്ടേ രുദ്രാക്ഷമണിഞ്ഞ് പാർവതി ദേവിയോടുള്ള ഭക്തി കാരണം ലൗകിക ജീവിതം വെടിഞ്ഞ് പാർവതി ദേവിയെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി പാർവതി ദേവിയിൽ നിന്ന് വരം വാങ്ങി ഇനിയൊരു അടുത്ത ജന്മത്ത് മകളായി പിറക്കും എന്ന് പാർവതി ദേവിയുടെ അനുഗ്രഹം കിട്ടിയ വിദ്യാവതിയുടെ അടുത്ത ജന്മം കാഞ്ചനമാലയായിട്ടാണ്. മലയധ്വജൻ്റെ ഭാര്യയായ കാഞ്ചനമാല. ഈ മലയധ്വജന് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു. ഒടുവിൽ കാഞ്ചനമാലയെ വിവാഹം കഴിച്ചു. അതിലും കുട്ടികളില്ലാതെ വന്നപ്പോൾ അശ്വമേധയാഗം നടത്തി. 99 അശ്വമേധയാഗം കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ പ്രത്യക്ഷപ്പെട്ട് പുത്രകാമേഷ്ടി യാഗം നടത്താൻ പറഞ്ഞ് പുത്രകാമേഷ്ടി യാഗം നടത്തി. ആ പുത്രകാമേഷ്ടി യാഗത്തിൽ യാഗാഗ്നിയിൽ നിന്ന് 3 വയസ്സുള്ള ഒരു ബാലിക ജന്മം കൊണ്ടു. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ പാർവതി ദേവിക്ക് അടുത്ത ജന്മത്ത് മകളായി ജനിക്കാമെന്ന് പറഞ്ഞത്. കാഞ്ചനമാലയ്ക്ക് 3 സ്ഥാനങ്ങളോടുകൂടിയ 3 വയസ്സുള്ള കുട്ടിയായിട്ട് തടാതക ജന്മം കൊണ്ടു. അപ്പം മകളുണ്ടായി എന്നുള്ള കാര്യത്തിൽ സന്തോഷമാണ്. പക്ഷേ ഈ വൈകൃതമായ 3 സ്ഥാനങ്ങൾ കണ്ടപ്പോൾ ഇവർക്ക് മാതാപിതാക്കൾക്ക് സങ്കടമായി. അന്നേരം ഒരു അരുൾപ്പാടുണ്ടായി എന്നാണ് പറയുന്നത്. തൻ്റെ ഭർത്താവാകാൻ പോകുന്ന ആളിനെ കാണുമ്പോൾ വൈകൃതമായ 3ാമത്തെ സ്ഥാനം അപ്രത്യക്ഷമാകും. അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ ഇവർ ആ കുഞ്ഞിനെ എല്ലാ അഭ്യാസങ്ങളും, വേദങ്ങളിലും കലകളിലും എല്ലാം, എല്ലാ പാണ്ഡിത്യങ്ങളിലും എല്ലാ അറിവുകളും നൽകി വളർത്തി ഏതാണ്ട് ഒരു യോദ്ധ പ്രായം ആയപ്പോൾ രാജാവാക്കാൻ, പെൺകുട്ടിയാണ്, രാജാവാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ രാജാവാക്കി പാണ്ഡ്യരാജ്യത്തിൻ്റെ ഭരണം നടത്തി വരുന്ന സമയത്ത് മലയധ്വജൻ മരണം സംഭവിക്കുന്നു. അവിടുന്ന് അമ്മയുടെ നിർദ്ദേശപ്രകാരം, അമ്മ പറഞ്ഞതനുസരിച്ച് ഇങ്ങനെയാണ് നിൻ്റെ ഭർത്താവിൻ്റെ കഥ, ഇങ്ങനെ ആയിരിക്കും നിൻ്റെ വിവാഹം നടക്കുക എന്ന് പറഞ്ഞ് ഈ തടാതക ദിഗ്വിജയത്തിനായി പുറപ്പെടുന്നു. അങ്ങനെ അവസാനം കൈലാസത്തിലെത്തുന്നു. കൈലാസത്തിലെത്തുമ്പോൾ ഭഗവാന്റെ ഭൂതഗണങ്ങളെ പരാജയപ്പെടുത്തി ഭഗവാന് നേരെ ചെല്ലുമ്പോൾ സുന്ദരേശ്വര പാണ്ഡ്യനായിട്ട് ഭഗവാൻ അവിടെ നിൽക്കുന്നു. ഭഗവാനെ കാണുമ്പോൾ, മഹാദേവനെ കാണുമ്പോൾ ഈ വൈകൃതമായ 3ാമത്തെ സ്ഥാനം അപ്രത്യക്ഷമാകുന്നു എന്നാണ് ആ തടാതകയുടെ കഥ. ആ വിവരം ഈ തടാതക തിരിച്ചു വന്ന് അമ്മയോട് പറയുമ്പോൾ അതാണ് നിൻ്റെ ഭർത്താവെന്ന് പറഞ്ഞ് അമ്മ മകൾക്ക് വേണ്ടി വിവാഹാലോചന നടത്തി. മഹാദേവൻ മധുരയിൽ വന്ന്
കല്യാണം നടന്നു എന്നുള്ളതാണ് തടാതകയുടെ കഥ. എന്നിട്ട് അവർക്ക് ഒരു മകൻ ജനിക്കുന്നു. സാക്ഷാൽ ഗണപതി തന്നെയാണ് ആ മകനായി ജനിക്കുന്നതെന്ന് പറയുന്നത്. ഉഗ്രൻ എന്നാണ് പേര്. നമ്മൾക്ക് ഇപ്പോഴും മധുരയിൽ പോയാൽ കയറി ചെല്ലുന്ന വടക്കേ നടയിലൂടെ കയറി ചെല്ലുമ്പോൾ ഭഗവാന്റെ ആ രൂപം നമുക്ക് കാണാൻ പറ്റും. ആ തടാതകാദേവി സുന്ദരേശ്വര പാണ്ഡ്യൻ്റെ പത്നിയായ തടാതകദേവി. അതാണ് ശരിക്കും അവരുടെ ഭരണകാലം കഴിഞ്ഞ് മധുര മീനാക്ഷിയിലേക്കും ഭഗവാൻ തന്നെ പ്രതിഷ്ഠിച്ച ശിവസ്വരൂപത്തിലേക്കും ശിവലിംഗത്തിലേക്കും സുന്ദരേശ്വര പാണ്ഡ്യനായിട്ടും തടാതകയായും മധുര മീനാക്ഷി ദേവിയായും സുന്ദരേശ്വര പാണ്ഡ്യനായിട്ടും ഇപ്പോഴും കുടികൊള്ളുന്നു. അതിനുശേഷം പല രാജാക്കന്മാർ പാണ്ഡ്യരാജ്യം ഭരിച്ചു വന്നു. അവരുടെ പരദേവതയായി അവർ സങ്കല്പിച്ചിരുന്നത് ഈ മധുര മീനാക്ഷി ദേവിയാണ്. ഈ മധുര മീനാക്ഷിയെ ദേവിയെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തിരുവിതാംകൂർ രാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ എങ്ങനെയാണേലും അവർ കേരളത്തിലേക്ക് എത്തിയപ്പോൾ ഈ മധുര മീനാക്ഷി സമ്പ്രദായത്തിലാണ് അവർ ആരാധിച്ചു പോരുന്നത്. അങ്ങനെ പന്തളത്ത് വന്ന് കൈപ്പുഴ തമ്പാൻ എന്ന് പറയുന്ന ആളിൽ നിന്ന് ഈ ഇന്ന് കാണുന്ന സാഹചര്യങ്ങളെല്ലാം പന്തളത്ത് അവർ ഉണ്ടാക്കിയെടുത്ത് അവിടെ അവർ ആരാധിച്ചിരുന്ന, അവർ വെച്ച് ആരാധിച്ചു പോന്നിരുന്ന അവരുടെ കൊട്ടാരത്തിൻ്റെ മാളികയുടെ മുകളിൽ മാളികയുടെ മച്ചിന് മുകളിൽ വിളക്ക് കത്തിച്ചായിരുന്നു ആരാധിച്ചിരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞില്ല മണ്ണടി ക്ഷേത്രത്തിൻ്റെ കാര്യം പറഞ്ഞു. ആ മണ്ണടി ക്ഷേത്രം ഇന്ന് പന്തളം കൊട്ടാരത്തിലുണ്ട്. നമ്മൾ പോയാൽ കാണാൻ കഴിയും. മണ്ണടി ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ അതേ സമ്പ്രദായത്തിൽ തന്നെ ഇന്നും പന്തളം കൊട്ടാരത്തിന് ആരാധിച്ചു പോരുന്നുണ്ട്. ആ മാളികയുടെ മച്ചിന് മുകളിൽ വെച്ച് ആരാധിച്ചിരുന്ന ഭഗവതിയാണ് മാളികയുടെ മച്ചിന് മുകളിൽ വെച്ച് ആരാധിച്ചിരുന്ന ഭഗവതി മാളികപ്പുറത്തമ്മ. ഈ കുടുംബത്തിലെ അവകാശിയായിരുന്ന പന്തളകുമാരൻ തൻ്റെ പരദേവതയെ ആരാധിച്ചു പോരുന്നത് അവിടെ തൻ്റെ ശിഷ്ടകാലം ശബരിമലയിൽ ജീവിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. ശബരിമലയിൽ ജീവിച്ചിരുന്ന ആ ഭഗവാൻ അവിടെ അദ്ദേഹം വസിച്ചിരുന്ന അദ്ദേഹം അവിടെ താമസിക്കാൻ വേണ്ടി തയ്യാറാക്കിയ കുടിലോ അല്ലെങ്കിൽ എന്തുമായിക്കോട്ടെ അതിൻ്റെ മച്ചിന് മുകളിൽ മാളികപ്പുറത്തമ്മയായിട്ട് മധുര മീനാക്ഷി ദേവിയെ ആരാധിച്ചു പോയിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ സമാധി അദ്ദേഹം ധർമ്മശാസ്താവിലേക്ക് വിലയം പ്രാപിച്ചതിന് ശേഷം ഈ ഭഗവതിയുടെ ചൈതന്യം അവിടെ കുടികൊണ്ടിരുന്ന അവിടെ ഉണ്ടായിരുന്ന ഭഗവതിയിലേക്ക് ലയിപ്പിക്കുമായിരുന്നു. അതാണ് മാളികപ്പുറത്തമ്മ എന്ന് പറയുന്നത്. അതായത് ഭഗവാന്റെ മാതൃഭാവം. പണ്ടത്തെ ഞാൻ ആദ്യം പറഞ്ഞു ഭദ്രകാളിയാണ്, ഇന്ന് ഒരു പക്ഷേ ദുർഗയായിട്ടൊക്കെ ആയിരിക്കും ആരാധിക്കുന്നത്. പക്ഷേ ആ ഭഗവതിയെ തൻ്റെ അമ്മയായ മാളികപ്പുറത്തമ്മയാണ് അവിടെ മാളികപ്പുറത്തമ്മയായിട്ട് ആരാധിച്ചിരുന്നത്. ഈ സിനിമയ്ക്ക് ശേഷമാണ് ഇതെല്ലാം മാറി കാമുകിയായത്. ഈ ചോദ്യം പലരും പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുള്ള ചോദ്യമാണ്. ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ള ചോദ്യമാണ്. കാരണം നമുക്ക് ചിരി അറിയാതാണെങ്കിലും നമുക്ക് ചിരിച്ചു പോകുന്നത് ഈ മാളിക ഒരു കന്നി അയ്യപ്പനായിട്ട് രോഹിതിന് ശബരിമല അയ്യപ്പനെ വിശ്വാസമാണെങ്കിൽ അല്ല ഭഗവാനെ ഇഷ്ടമാണെങ്കിൽ രോഹിതിനൊരു കുഞ്ഞിനെ കിട്ടുമ്പോൾ രോഹിതിനെ ഒന്ന് ശബരിമല കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ച് ആ കുഞ്ഞിനെ സന്നിധാനത്ത് കൊണ്ടുപോയി മാളികപ്പുറത്തമ്മയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവസ്ഥ എന്തായിരിക്കും? നീ പിന്നെ എൻ്റെ കല്യാണം മുടക്കിയില്ലേ? അപ്പം അനുഗ്രഹിക്കുമോ ശപിക്കുമോ? അത് എനിക്ക് മുമ്പ് ഒരുപാട് പേര് പറഞ്ഞൊരു ചോദ്യമാണത്. അതെ. അപ്പം ആകാനിരിക്കുന്നതാണെങ്കിൽ ശപിക്കത്തുള്ളൂ. ഭാര്യയല്ല എന്നുള്ള നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നമ്മൾ ഭഗവതിയുടെ അടുത്ത് കൊണ്ടുപോകുന്നത്. അവിടെ തന്നെ നമുക്ക് അമ്മയായി. ഈ സിനിമയാണ് കാമുകിയാക്കി മാറ്റിയത്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ട്, അത് അമ്മയാണ്. അങ്ങനെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മുടെ കുഞ്ഞിനെ നമുക്ക് അവിടെ കൊണ്ടുപോകാൻ കഴിയുന്നത്. അല്ലാത്തവരുടെ നമ്മൾ കൊണ്ടുപോകും, ഒരിക്കലും പറ്റില്ല. അപ്പം നമുക്കറിയാം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്, അത് അമ്മയാണ്. പക്ഷെ സമ്മതിക്കാൻ പ്രയാസം. അമ്മയാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മണിമണ്ഡപത്തിൽ നിന്ന് ഭഗവാൻ സന്നിധാനം, അതായത് 18-ാം പടിയിലേക്ക് നിലപാട് തറയിലേക്ക് പോകുമ്പോൾ മണിമണ്ഡപത്തിൽ നിന്ന് ഇറങ്ങുന്ന ഭഗവാന്റെ തിടമ്പ് മാളികപ്പുറത്ത് അമ്മയെ നോക്കി തല കുമ്പിടുന്നത് അമ്മയോട് വണങ്ങി അനുവാദം വാങ്ങിച്ചു പോകുന്നതായിട്ടാണത്. അമ്മയാണ്, കാമുകിയല്ല. അതാണ് സത്യം. ഇനിയുള്ള തലമുറയെങ്കിലും മനസ്സിലാക്കണം, മാളികപ്പുറത്തമ്മ ഭഗവാന്റെ മാതൃഭാവമാണ്. ഈ കഥയൊന്നും അറിയാതെയോ അറിഞ്ഞിട്ടോ മാളികപ്പുറത്തമ്മയെ എഴുന്നള്ളിക്കാൻ ജീവിതപരപ്പണിഞ്ഞ് വെച്ചൊരു ദേവസ്വം ബോർഡ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു എന്ന് ഓർക്കുമ്പോൾ വലിയ സന്തോഷം. ദേവസ്വം ബോർഡ്, ആചാര്യന്മാർ. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം രോഹിതേ, നമ്മളെ ഗൈഡ് ചെയ്ത് വിടാൻ അല്ല നമുക്കിതൊന്നും പറഞ്ഞു തരാൻ ആചാര്യന്മാരില്ല എന്നുള്ളത് തന്നെയാണ്. നമുക്ക് നല്ല നമ്മൾ ഗുരുവായിട്ട് നമ്മൾ കാണുന്ന ഭഗവാനാണ്. ലോകഗുരുവാണ് മഹാദേവൻ, നമ്മുടെ ഗുരുവാണ് അയ്യപ്പൻ. പക്ഷേ നമുക്ക്
ഈ സനാതന ധർമ്മത്തിൽ നമുക്കില്ലാതെ പോയത് നല്ല ഗുരുനാഥൻ. അല്ല, കുറെ പേരൊക്കെ ഇപ്പോൾ ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഈ യഥാർത്ഥ കഥകൾ അല്ലെങ്കിൽ വിശ്വസിക്കാവുന്ന ഒരു കഥകൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു എന്ന് പറയുന്നത് വലിയ രാമാനന്ദാകട്ടെ, വ്യാസനാകട്ടെ, ഒരുപാട് പേര്, ഇപ്പോ ഒരുപാട് അബാക് പേര്. മീഡിയയിലൂടെ ശരത്തേട്ടനാകട്ടെ, ശരത്തേട്ടനെ, അബാക് മീഡിയയിലൂടെ പലരും, രതീഷേട്ടനും ഇപ്പോ അനുചേട്ടനും അടക്കമുള്ളവർ ഇത് പറയുന്നു. ഇത് കഥകൾ വരട്ടെ, പല വേർഷനുകൾ വരട്ടെ, ആളുകൾക്ക് യുക്തിപരമായി ചിന്തിക്കുമ്പോൾ ഏതാണോ സത്യമെന്ന് തോന്നുന്നത് അതെടുക്കട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അത് ഭഗവാനാണ് തീരുമാനിക്കേണ്ടത്. തീർച്ചയായിട്ടും ഭഗവാന്റെ തീരുമാനങ്ങളാണ് എല്ലാം. അപ്പം ഭഗവാനെ ഭഗവാനായിട്ടും അയ്യപ്പൻ, ധർമ്മശാസ്താവ്, മാളികപ്പുറത്തമ്മ, അമ്മ, അങ്ങനെ എല്ലാം കണ്ട് അവിടെ നമ്മൾ കയറുമ്പോൾ, മല കയറുമ്പോൾ 18-ാം പടിക്ക് താഴെ കറുപ്പായി സ്വാമി, കറുപ്പായിയമ്മ, മാതാ, പിതാ, ഇപ്പുറത്ത് വലിയ കടുത്ത ഗുരു, അമ്മയെയും അച്ഛനെയും ഗുരുനാഥനെയും വണങ്ങി, തൻ്റെ ഉപാസനാമൂർത്തിയായ ധർമ്മശാസ്താവിനെയും വണങ്ങി, കന്നിമൂല ഗണപതിയെയും സർപ്പങ്ങളെയും വണങ്ങി, മണിമണ്ഡപത്തിൽ പോയി അയ്യപ്പനെ വണങ്ങി, അയ്യപ്പൻ്റെ തോഴനായ കൊച്ചുകടുത്ത, അദ്ദേഹമാണ് അന്നും ഇന്നും ഭഗവാന് കാവലായിട്ട് അവിടെ ഉണ്ട്. കൊച്ചുകടുത്തയും വണങ്ങി, മാളികപ്പുറത്തമ്മയെ, തൻ്റെ മാതൃഭാവത്തിലുള്ള മാളികപ്പുറത്തമ്മയും വണങ്ങി, ശബരിമല സങ്കേതവും മാളികപ്പുറ സങ്കേതവും തൊഴുത് പടിയിറങ്ങുക. വലിയ സങ്കല്പമാണ്. എന്തായാലും ഇനി ഈ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ഭക്തജനങ്ങൾ ശബരിമലയിലേക്ക് പോകുമ്പോൾ കൂടുതലും അമ്മമാരാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അമ്മമാർ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥകൾ ഏതെങ്കിലും ഒരു തിരക്കഥാകൃത്ത് എഴുതി ഉണ്ടാക്കിയ കഥയാകാതിരിക്കട്ടെ, യഥാർത്ഥ കഥ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.